ഹായ് ഗൈസ്, ഇന്ന് ഞാനും ചേട്ടനും കൂടി ഈവനിങ് വാക്കിങ്ങിന് വന്നിരിക്കട്ടോ. അപ്പോൾ ഇന്ന് ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസമാണല്ലോ. അപ്പോൾ അങ്ങോട്ട് ഇന്ന് കാലത്തൊരു ഇവിടുത്തെ സമയത്ത് 4 മണിക്കൊക്കെ എനിക്ക് ഇരിക്കണതാ, TV വാച്ച് ചെയ്ത് റിസൾട്ടിൻ്റെ ഫലം നോക്കി ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇന്നത്തെ ഇലക്ഷന്റെ വിശേഷങ്ങളൊക്കെ എന്താ? ഇലക്ഷന്റെ വിശേഷങ്ങള് കാലത്തോട്ട് ഇരിക്കണല്ലേ ടിവിയില്? കണ്ടില്ലേ? ഞാൻ കണ്ടു, പക്ഷെ ചേട്ടനല്ല ഫുൾ ടൈം ടിവിയിൽ വാച്ച് ചെയ്തിരുന്നത്. എവിടത്തെ ഇലക്ഷൻ? 5 സ്ഥലത്തുണ്ടായിരുന്നു. കേരളത്തിലത്തെ ആദ്യം പറയും. കേരളത്തിലെ വിശേഷം പറയുകയാണെങ്കിൽ, ചെറിയൊരു ഇതിൽ പറയുകയാണെങ്കിൽ ഇടതുകാലിലും വന്ന് വലതുകാലിലേക്ക് മാറിയെന്ന് മാത്രം. വേറെ മാറ്റൊന്നുമില്ല എന്ന് ചുരുക്കം പറയാം നമ്മളെ സംബന്ധിച്ച്. പിന്നെന്താ, അവരുടെ മാനിഫെസ്റ്റോയില് കൊറേ ഇടിയുണ്ടല്ലോ, കൊറേ കാര്യങ്ങളൊക്കെ. അതുണ്ട്. അപ്പൊ നിനക്ക് നാട്ടിൽ പോയ എളുപ്പാ. KSRTC ഫ്രീ ആട്ടാ ഇങ്ങോട്ട്. പിന്നെ പെൻഷൻ ഉണ്ടെന്നുകൊണ്ട് 10,000 രൂപ കിട്ടും. പിന്നെ പട്ടിണി എടുക്കേണ്ടി വരും നാട്ടിൽ പോയാലും. കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് കാത്തിരുന്ന് കാണാം നമുക്ക്. പിന്നെ നമ്മുടെ തമിഴ്നാട്, ബംഗാള് ഒക്കെ എങ്ങനെ? തമിഴ് എല്ലാരും നീ കണ്ടല്ലോ അതൊക്കെ. പിന്നീട് ഞാൻ കണ്ടതാ, പക്ഷെ ചേട്ടന്റെ അഭിപ്രായം എന്നിട്ട് തമിഴ്നാട് വിജയ് തകർത്തില്ലേ? തകർത്തു വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ വിജയ്. പിന്നെ ബംഗാളാണ് താരം നമ്മുടെ